നമുക്കെന്തെങ്കിലും ഹൈ ഇമോഷൻസ് ഒക്കെ ഉള്ളപ്പോൾ ഒരു മരത്തിൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് കൈ വെച്ച് മരത്തിൽ വെച്ചിട്ട് അത് മരം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതായിട്ടും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ മരം ബ്രീത്ത് ഇൻ ചെയ്യാനായിട്ട് ഇമാജിൻ ചെയ്തിട്ട് ഒരു എനർജറ്റിക് കണക്ഷൻ ആദ്യം വരുത്തുക. അത് കഴിഞ്ഞ് നമ്മുടെ വേദന എവിടെയാണോ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ മരത്തിൽ നിന്ന് വരുന്ന എനർജി ആ ഏരിയയിലേക്ക് കൊണ്ടുപോവുകയും അതിൽ നിന്നും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും ബാഡായിട്ടുള്ള എനർജി മരം വലിച്ചെടുക്കുന്നതായിട്ടും ഇമാജിൻ ചെയ്താൽ നമുക്ക് ആ ഇമോഷൻസിൽ നിന്ന് റിലീസ് കിട്ടും. ഇത് ഞാൻ ട്രൈ ചെയ്യാറുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും മരങ്ങളായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഇമോഷൻസ് റിലീസ് ചെയ്യാൻ മരങ്ങൾ ഹെൽപ്പ് ചെയ്യും വളരെയധികം. അതേപോലെ സ്പിരിച്വലി ഭയങ്കര എനർജി ഹൈ ആയിട്ട് ഭയങ്കര സ്കാറ്റേർഡ് തോട്ട്സും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബാക്ക് സ്പൈൻ മരത്തിൽ ചാരി നിർത്തിയിട്ട് സ്പൈനൽ കോഡിൽ കൂടെ ബ്രീത്ത് ചെയ്യുക. അതായത് സ്പൈനൽ കോഡിൽ കൂടെ മരത്തിൽ നിന്ന് എനർജി വലിച്ചെടുക്കുന്നതായിട്ടും തിരിച്ച് മരത്തിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതായിട്ടും ഇമാജിൻ ചെയ്യണം. അതുപോലെ ഈ മരങ്ങളൊക്കെ നമ്മൾ കുറച്ച് സെൻസിറ്റീവ് ആണെങ്കിൽ ഈ മരങ്ങളുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്കാണ് ഇങ്ങനൊരു മൂവ്മെൻ്റാണ് മരത്തിനുള്ളത്. റൈറ്റിലേക്ക് പോവാണിപ്പോൾ. എനിക്ക് എപ്പോഴും രാവിലെ മോർണിംഗ് സമയങ്ങളിൽ ഇത് കൂടുതൽ റൈറ്റിലേക്ക് പോകും. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ എനർജി ഫീൽഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും. അതേപോലെ ഞാൻ ചാനലിങ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഈ ട്രീസായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ചാനലിങ്ങിൻ്റെ ടെക്നിക്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ കണ്ടോ, ഇതിപ്പോൾ എനർജി ഇങ്ങോട്ടേക്ക് മൂവാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എനർജി മൂവ് ചെയ്യുന്നുണ്ട്. ബ്രീത്ത് ചെയ്യണ അനുസരിച്ച്, ട്രീ ബ്രീത്ത് ചെയ്യുന്ന അനുസരിച്ച് അത് മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് വിശ്വസിച്ച് ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ട്രൈ ചെയ്യുക. ഏതെങ്കിലും മരത്തിൻ്റെ അടിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു.